എല്ലാ കൂട്ടുകാർക്കും ആർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോഓർഡിനേറ്റഡ് ജോമെട്രിയുടെ സെക്കൻഡ് പാർട്ടുകളാണ്. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ പാർട്ട് 1 പറഞ്ഞ പോലെ എല്ലാവരും എല്ലാ ഇക്വേഷൻസും പഠിച്ചെന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യത്തെ 3 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ. ഇനി അടുത്ത സെറ്റാണ്. ക്വസ്റ്റിലേക്ക് നോക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് y വിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് p ഓഫ് 2 minus 3 ആൻഡ് q 10y ഈസ് 10 യൂണിറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പി പറഞ്ഞ പോയിൻറ്റ്സ് 2 - 3 ആണ്, ക്യൂ 10 y ആണ്. പിന്നെ ഫൈൻഡ് ദ വാല്യൂ വിച്ച് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻറ്റ് അല്ലേ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻറ്റ്സ് എന്താണെന്ന് തന്നിട്ടുണ്ടാവില്ലേ. എക്സിൻ്റെയും വൈൻ്റെയും വില വൈയുടെ വില കണ്ടുപിടിക്കാൻ നമുക്കെന്താ, നമ്മൾ ഇക്വേഷൻസ് പഠിച്ചില്ലേ, ഡിസ്റ്റൻസ് ഫോർമുല എന്താ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല, എന്താണ് അത് പഠിക്കേണ്ട ഇക്വേഷൻസ് ഒക്കെ. ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്? ഇത് നമുക്ക് ഇവിടെ പി എന്ന് പറഞ്ഞിട്ട് x1 കൊടുക്കാം, y1, ക്യൂവിൽ x2, y2. ഡിസ്റ്റൻസ് ഫോർമുല പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ കൊടുക്കല്ലേ നമ്മൾ x1 y1 പറഞ്ഞിട്ട്. ഇപ്പോൾ റൂട്ട് ഓഫ് 2 മൈനസ് 10 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് ഓഫ് 3 മൈനസ് y ഹോൾ സ്ക്വയർ ഈക്വൽ 10. അതായത് ഡിസ്റ്റൻസ് എന്താ പറഞ്ഞിട്ടുണ്ട്? 10 യൂണിറ്റാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈക്വൽ ടു 10 കൊടുക്കണം. ഇവിടെ വൈയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ സോൾവ് ചെയ്യുക. റൂട്ട് ഓഫ് മൈനസ് 8 സ്ക്വയർ പ്ലസ് ബ്രാക്കറ്റിൽ മൈനസ് 3 മൈനസ് y ഹോൾ സ്ക്വയർ ഈക്വൽ 10. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ റൂട്ട് പോവും. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോവില്ലേ. ഇവിടെ 10 സ്ക്വയർ പറഞ്ഞാൽ 100 ആവും. അപ്പോൾ 8 സ്ക്വയർ മൈനസ് 8 സ്ക്വയർ പറഞ്ഞാൽ 64 പ്ലസ് മൈനസ് 3 മൈനസ് y ഹോൾ സ്ക്വയർ ഈക്വൽ 100. അപ്പോൾ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെന്നുള്ളൂ. ഈ ബ്രാക്കറ്റിനെ ഇവിടെ നിർത്തി നമ്പേഴ്സ് അപ്പ് കൊടുത്തു. അപ്പോൾ മൈനസ് 3 മൈനസ് y ഹോൾ സ്ക്വയർ ഈക്വൽ 100 മൈനസ് 64. 100 മൈനസ് 64 പറഞ്ഞാൽ 36. അപ്പോൾ മൈനസ് രണ്ടെണ്ണത്തിൽ നിന്നും മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്താണ്? മൈനസ് ഇൻറ്റു 3 പ്ലസ് y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. മൈനസും മൈനസും പോസിറ്റീവായി. അപ്പോൾ 3 മൈനസ് y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 3 പ്ലസ് y ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36. ഇതിലൊന്ന് അറേഞ്ച് ചെയ്തത് മാത്രം y ആദ്യം എഴുതി. അപ്പോൾ y പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. 36 അല്ല 6 അല്ലേ സ്ക്വയർ വരുമ്പോൾ. അപ്പോൾ അതിന് y പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 6. അപ്പോൾ y പ്ലസ് 3 ഈക്വൽ ടു 6 അല്ലെങ്കിൽ എന്താണ്? y പ്ലസ് 3 പറയുന്നത് മൈനസ് 6 ആവാം. അപ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? y ഈക്വൽ ടു ഒന്നുകിൽ 3 അല്ലെങ്കിൽ മൈനസ് 9. അപ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് എന്താക്കി എടുക്കാം? ഒന്നുകിൽ 3 അല്ലെങ്കിൽ മൈനസ് 9. അപ്പോൾ ഓപ്ഷൻ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നാമത് തന്നിട്ടുണ്ടാവുക, അത് എഴുതാന്ന് എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്സ് which divide the join of -1 7 and 4 - 3 in the ratio 2:3. നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. അതേപോലെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് ഇല്ലേ. നമുക്കറിയാം സെക്ഷൻ ഫോർമുല നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് സെക്ഷൻ ഫോർമുല? പി ഓഫ് എം x2 പ്ലസ് എൻ x1 ഡിവൈഡ് ബൈ എം പ്ലസ് എൻ കോമ എം y2 പ്ലസ് എൻ y1 ഡിവൈഡ് ബൈ എം പ്ലസ് എൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിന്ന് y1ഉം x1 എന്ത് ചെയ്താൽ x2 y2 എന്താണ് ഇത് തന്നിട്ടുണ്ടല്ലോ. x1 y പറഞ്ഞാൽ -1 7, x2 y2 പറഞ്ഞാൽ 4 - 3. റേഷ്യോ എന്താ തന്നിട്ടുണ്ട്? m/n പറഞ്ഞാൽ 2:3.
ഇനി തന്നിരിക്കുന്ന കാര്യങ്ങൾ അത് ഇക്വേഷനിൽ കൊടുക്കുക. ഇത് നമുക്ക് മൊത്തം എക്സ് ഇത് മൊത്തം വൈ ആയിട്ട് നമുക്ക് ആദ്യം പറയാം കേട്ടോ. എക്സ് ഈക്വൽ ടു എം എക്സ് ടു പ്ലസ് എൻ വൈ എക്സ് വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എന്നും പറയാം. വൈ ഈക്വൽ എം വൈ ടു പ്ലസ് എൻ വൈ വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ. ഇത് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് പിന്നെ കൊടുത്താലും മതി. നമ്മൾ ചെയ്യാണ് എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ ഈക്വൽ എന്താണ് ഇക്വേഷനിൽ എമ്മും എക്സും ഒക്കെ എന്താ നമുക്കറിയില്ല. ഇത് കൊടുക്കുമ്പോൾ എന്താണ് ആൻസർ കിട്ടുന്നത്? 1 കിട്ടും. അതുപോലെ സെക്കൻഡ് പാർട്ടിൽ കൊടുക്കുക എം വൈ ടു പ്ലസ് എൻ വൈ വൺ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ. നമുക്കറിയാം എന്തൊക്കെയാണ് എമ്മും എന്നും വൈ വണ്ണും വൈ ടു എന്താകുമെന്ന് അറിയാം. ഇക്വേഷൻ കൊടുക്കുക. സോൾവ് ചെയ്യുമ്പോൾ ഇക്വേഷൻ 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്കുള്ള പോയിൻ്റ് എന്താണ്? പോയിൻറ്റ്സ് പറഞ്ഞാൽ എക്സിൻ്റെ ആദ്യത വൈയുടെ രണ്ടാമതേത്. പോയിൻറ്റ്സ് ഈസ് 1,3. പ്രോബ്ലംസ് എല്ലാവർക്കും മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത പ്രോബ്ലം. ഈഫ് പോയിൻറ്റ്സ് എന്തൊക്കെ നോക്കാം. ഈഫ് 1,2 അടുത്തത് 4y x,6 and 3,5 are the vertices of a parallelogram taken in the order. Find x and y. എന്താ പറഞ്ഞിരിക്കണേ? ഇവിടെ പാരലോഗ്രാമിൻ്റെ വെർട്ടിസസ് തന്നിട്ടുണ്ട്. 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതിൽ ചില പോയിൻ്റ് ചിലതിൽ എക്സ് അല്ലെങ്കിൽ മറ്റേതിൽ വൈ മിസ്സിംഗ് ആണ്. ആ എക്സും വൈ നമ്മോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. ഇനി അടുത്ത പ്രോബ്ലം. ഈഫ് പോയിൻറ്റ്സ് എന്തൊക്കെ നോക്കാം. ഈഫ് 1,2 അടുത്തത് 4y x,6 and 3,5 are the vertices of a parallelogram taken in the order. Find x and y. എന്താ പറഞ്ഞിരിക്കണേ? ഇവിടെ പാരലോഗ്രാമിൻ്റെ വെർട്ടിസസ് തന്നിട്ടുണ്ട്. 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അതിൽ ചില പോയിൻ്റ് ചിലതിൽ എക്സ് അല്ലെങ്കിൽ മറ്റേതിൽ വൈ മിസ്സിംഗ് ആണ്. ആ എക്സും വൈ നമ്മോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കണേ. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. നമ്മളിവിടെ പ്രോബ്ലം അധികം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ നിൽക്കണ്ട. കാരണം ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടതിന് മറ്റേ എന്താ പറയുക ലെങ്തി പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ സമയം പോകും. ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? എക്സും വൈ ആണ് മിസ്സിങ്. ഏതെങ്കിലും വെർട്ടിസസിലെ ഒന്നിൽ എക്സ് അല്ലെങ്കിൽ മറ്റേ വൈ ആണ് മിസ്സിങ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നിരിക്കുന്ന പോലെ പിക്ചർ വരച്ചു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനോട് പിക്ചർ വരച്ചു എ ബി സി ഡി അടയാളപ്പെടുത്തി. എന്നിട്ട് എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണ്, അതായത് അതിലെ പോയിൻറ്റ്സുകളും അടയാളപ്പെടുത്തി വയ്ക്കുക. പിന്നെ നമുക്ക് സെൻറ്റർ, അതായത് എ സിയുടെയും ഡി ബിയുടെയും അല്ലെങ്കിൽ ബി ഡിയുടെയും മിഡ് പോയിൻ്റാണ് ഒ എന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് മനസ്സിലായത് എ സിയുടെ മിഡ് പോയിൻ്റാണ് ഒ, അതുപോലെ ബി സിയുടെ മിഡ് പോയിൻ്റാണ് ഒ. അങ്ങനെയെങ്കിൽ ഒരു ഇക്വേഷൻ എല്ലാം ചെയ്യാൻ നിൽക്കണ്ട. ഇവ തമ്മിൽ അതായത് എയും സിയും എടുക്കുക. അതായത് അവയുടെ എക്സ് പോയിൻറ്റുകൾ അല്ലേ. എ സിയുടെ മിഡ് പോയിൻ്റാണ് ഒ. അതുകൊണ്ട് എഴുതി വെച്ചിരിക്കണം ഞാൻ. അപ്പോൾ ഇത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം. വെർട്ടിസസ് ഓഫ് എ പാരലോഗ്രാം, അതായത് പാരലോഗ്രാമിൻ്റെ വെർട്ടിസസ് പറയുന്നത് എ 1,2, ബി 4y, സി x6, ഡി 3,5. അതുപോലെ മിഡ് പോയിൻ്റ് ഓഫ് എ സി ആൻഡ് ബി ഡി ഈസ് ഒ. എ സിയുടെയും ബി ഡിയുടെയും മിഡ് പോയിൻ്റ് ഒ ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കണേ? ഒ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് എ സി. ഒ പറയുന്നത് എ സിയുടെ മിഡ് പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് എക്സ് ഇതിലല്ലേ ഇതിൽ സിന്ന് എക്സ് ആണ് മിസ്സിങ് ആയിക്കണേ. അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്ത്? ഈ എയുടെയും സിയുടെയും എക്സിൻ്റെ കോർഡിനേറ്റുകൾ എടുക്കുക, അപ്പോൾ തമ്മിൽ ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ വൈയുടെ കോർഡിനേറ്റ്സുകൾ എടുക്കുക, ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ഇവരുടെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. മിഡ് പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ അറിയില്ലേ? എയും സിയുടെയും മിഡ് പോയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കണേ. 1 + x ഡിവൈഡ് ബൈ 2. ഈ 2 അല്ല കേട്ടോ, മിഡ് പോയിൻ്റ് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 2. ഇനി y ആകുമ്പോഴോ 2 + 6 ഡിവൈഡ് ബൈ 2. നമുക്ക് എന്ത് കിട്ടി? 1 + x ഡിവൈഡ് ബൈ 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ 4 കിട്ടി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. അതവിടെ നിൽക്കട്ടെ. ഇനി സെക്കൻഡ്, ബി ഡിയുടെ മിഡ് പോയിൻ്റ് അല്ലേ ഒ. അങ്ങനെയെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എന്ത്? എക്സും വൈയും എന്താണ്? അപ്പോൾ എന്താണ് ഇവിടെ കണ്ടുപിടിക്കണേ? ഒ ഈസ് ദി മിഡ് പോയിൻ്റ് ഓഫ് ബി ഡി, ദെൻ ദി കോർഡിനേറ്റ് ഓഫ് ഒ ആർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത്? 4 +
3 ഡിവൈഡ് ബൈ 2 എക്സ് ഉണ്ട് അല്ലേ. വൈയുടെ പറഞ്ഞല്ലോ y പ്ലസ് 5 ഡിവൈഡ് ബൈ 2. ഇത്ര എഴുതി വെച്ചിട്ടുള്ളൂ, അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ഇനി രണ്ടിന് മിഡ് പോയിൻ്റ് O അല്ലേ, അങ്ങനെയാണെങ്കിൽ എന്താണ് കോർഡിനേറ്റുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ബോത്ത് കോർഡിനേറ്റ്സ് ആർ സെയിം. നമ്മൾ ആദ്യം എന്താ എ സിയുടെ എന്താ എഴുതിക്കണേ എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഈക്വൽ എന്ത് കിട്ടി 7/2. അതായത് രണ്ടാമത് ബി ഡിയുടെ കണ്ടുപിടിച്ചത്. ഇനി ഇവിടെ 4ന് ഈക്വൽ എന്തായിരിക്കും അടുത്തതിൻ്റെ 5 + 5 ഡിവൈഡ് ബൈ 2. ക്ലിയർ ആയില്ലേ ഇതെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നോർമലിലെ ഇക്വേഷൻ സോൾവ് ചെയ്യുക. എക്സ് പ്ലസ് 1 പറഞ്ഞാൽ എന്താണ് 7, അതായത് ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ് പ്ലസ് 1 ഈക്വൽ 7 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 അല്ലേ, 2ഉം 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ എന്താണ് ആൻസർ പറയുന്നത് 7. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 7, എക്സ് ഈക്വൽ ടു 6. അടുത്തതിൽ 5 + y ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 4, 5 + y ഈക്വൽ ടു 8, y ഈക്വൽ ടു 3. പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരാഴ്ചയും കൂടി ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഇതൊക്കെ പിക്ചർ വരച്ചിട്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് ഇങ്ങനെ എക്സും വൈയും ആണ് മിസ്സിങ് വെച്ചാൽ അത് ഡയഗണസിലാണ് വന്നതെങ്കിൽ നമ്മൾ ചെയ്യണം ആദ്യം എ സിയുടെ എടുക്കുക. എ സിയുടെ എടുത്തിട്ട് എക്സ് കോർഡിനേറ്റിൻ്റെ തമ്മിൽ സം ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് കോർഡിനേറ്റിൻ്റെ മിഡ് പോയിൻ്റ് കാണുക, വൈ കോർഡിനേറ്റിൻ്റെ മിഡ് പോയിൻ്റ് കാണുക. അതുപോലെ തന്നെ ബി ഡിയിൽ എക്സ് കോർഡിനേറ്റിൻ്റെ മിഡ് പോയിൻ്റ് കാണുക, മിഡ് പോയിൻ്റ് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 2 ട്ടാ. വൈ കോർഡിനേറ്റിൻ്റെ മിഡ് പോയിൻ്റ് കാണും. അതെന്താണ് രണ്ട് കോർഡിനേറ്റിൻ്റെയും എക്സും സെയിം ആണ്, വൈയും സെയിം ആണ്. എന്നിട്ട് പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. ചെയ്ത് ഇതൊന്ന് പഠിച്ചു വയ്ക്കാൻ നല്ലതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ഏരിയ ഓഫ് റോംബസ് if its vertices are 3, 0, 4, 5, -1, 4 and -2, -1. ഇവിടെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊന്നും റോംബസിനുള്ള ഇക്വേഷൻ പഠിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏരിയ ഓഫ് റോംബസ് ഈക്വൽ 1/2 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. എന്താണ് ഏരിയയുള്ള ഇക്വേഷൻ? ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു 1/2 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ. പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് ഡയഗണൽ പറഞ്ഞാൽ എന്താ, ഡയഗണൽ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ആ ഡയഗണലിൽ കാണുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുമ്പ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റുകൾ നോക്കി നമ്മളൊന്ന് ജസ്റ്റ് ഒരു റോംബസ് വരയ്ക്കുക. എന്നിട്ട് അതിൽ ABCD പറഞ്ഞിട്ട് വെർട്ടിസസ് മാർക്ക് ചെയ്യുക. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിക്ചർ വരച്ചിട്ട് ABCD മാർക്ക് ചെയ്തു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഏരിയ എന്നല്ല ചോദിച്ചിരുന്നത്, ഏരിയ ഓഫ് റോംബസാണ് ചോദിച്ചിരുന്നത്. ഏരിയ ഓഫ് റോംബസ് ആണ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ് 1/2 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ഈസ് ഡയഗണൽ. ഇപ്പം ഇവിടെ നോക്കി നോക്കൂ, ഈ AC-യും DB-യുമാണ് റോംബസിൻ്റെ വെർട്ടിസസ് അല്ലേ, വെർട്ടിസസ് അല്ല ഡയഗണൽ. പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ അല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ AC-യും DB-യുമാണ് എന്ത്, ഈ തന്നിരിക്കുന്ന റോംബസിൻ്റെ ഡയഗണൽ. അപ്പോൾ നമുക്ക് ഇനി ചെയ്തൂടെ വേഗം? എങ്ങനെയാണ് AC കാണുക, BD കാണുന്ന എല്ലാവർക്കും അറിയാം. എങ്ങനെ AC കാണുക? പോയിൻ്റ് എന്നാൽ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് AC കാണുക. അതുപോലെ പോയിൻ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ വേഗം ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് BD കാണുക. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇപ്പോൾ AC ഈക്വൽ ടു √3 - -1 ഓൾ സ്ക്വയർ പ്ലസ് 0 - 4 ഓൾ സ്ക്വയർ. സോൾവ് ചെയ്യുമ്പോൾ 4 √2. അതുപോലെ തന്നെ BD ഈക്വൽ ടു √4 - -2 ഓൾ സ്ക്വയർ പ്ലസ് 5 - -1 ഓൾ സ്ക്വയർ. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഈക്വൽ 6 √2. നമുക്ക് എന്താണ് രണ്ട് ഡയഗണൽസും കിട്ടി. ഇനിയിപ്പോൾ ഏരിയ കണ്ടുകൂടെ? ഇപ്പോൾ ഏരിയനെ കണ്ടുപിടിക്കുക. ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു 4 √2 ഇൻറ്റു 6 √2. ഇപ്പം ഇവിടെ നോക്കി നോക്കൂ, ഈ √2ഉം ഈ √2ഉം 2 ആവില്ലേ? അപ്പോൾ ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്തായി? 6 4s are 24. ആൻസർ എന്താ വരിക? 24 യൂണിറ്റ്സ്.
അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയുന്നത് റോംബസിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താ പറഞ്ഞത് 1/2 ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഈസ് ഡയഗണൽസ്. അത് എഴുതി വയ്ക്കുക, പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. എന്തൊക്കെയാണ് വെർട്ടിസസ് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെയാണ്? 2 3 -1 0 2 -4. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ പോയിൻറ്റ്സ്, അതായത് വെർട്ടിസസ് തന്നാൽ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക. എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുക? ട്രയാങ്കിൾ ഓഫ് ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. നമുക്കിനി പോയിൻറ്റ്സ് ഡയറക്റ്റ് കൊടുത്തൂടെ? അപ്പോൾ 1/2 ഇൻറ്റു x1ൻ്റെ വാല്യൂ എന്താണ്? 2, y2 പറഞ്ഞാൽ 0, -4 പറഞ്ഞാൽ y3. അപ്പോൾ ഇക്വേഷൻ കൊടുക്കുമ്പോൾ എന്താണ്? 1/2 ഇൻറ്റു 2 ഇൻറ്റു 0 -4 പ്ലസ് -1 ഇൻറ്റു -4 -3 പ്ലസ് 2 ഇൻറ്റു 3 -0. ഇനി ബ്രാക്കറ്റുള്ളതിനൊന്ന് സോൾവ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 2 ഇൻറ്റു 4 പ്ലസ് -1 ഇൻറ്റു -7 പ്ലസ് 2 ഇൻറ്റു 3 ഈക്വൽ 1/2 ഇൻറ്റു 8 പ്ലസ് 7 പ്ലസ് 6 21/2 യൂണിറ്റ്. അപ്പോൾ ആൻസർ എന്താ കിട്ടിയത്? 21/2 യൂണിറ്റിന്. ഇത് പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k for which of the points are collinear? 7 - 2 5 1 3 - k. എന്താ പറഞ്ഞിരിക്കണേ? ഇവിടെ പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ k ആണ് ലാസ്റ്റ് ഒരു വെർട്ടിസസിൻ്റെ പോയിന്റ് തന്നിരിക്കുന്നത്, k ആണ്. എന്താ പിന്നെ പറഞ്ഞിരിക്കണേ? അതെന്താണെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കൊളീനിയറാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് 3 വെർട്ടിസസ്, അതായത് 3 പോയിൻറ്റ്സുകളാണ് തന്നിരിക്കണേ. അപ്പോൾ നമുക്കറിയാം 3 വെർട്ടിസസ് ഉള്ളത് ഏതിനാണ്? ട്രയാങ്കിളിനാണ്. അപ്പോൾ ഇതെന്താ തന്നിരിക്കണേ? ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ അതെന്താ പറഞ്ഞിരിക്കുന്നത്? കൊളീനിയർ പറഞ്ഞാൽ ഇക്വേഷൻ ഈക്വൽ ടു 0 പറഞ്ഞിട്ട് സോൾവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായി? ഈ കൊളീനിയർ പറഞ്ഞാൽ മറക്കരുത്, കൊളീനിയർ പറഞ്ഞാൽ ആ ട്രയാങ്കിൾ ആ ട്രയാങ്കിൾ ഈക്വൽ 0. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആണ്. അപ്പോൾ നമുക്ക് അത് വെച്ചൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ്? 1/2 ഇൻറ്റു 7 ഇൻറ്റു 1 - k പ്ലസ് 5 ഇൻറ്റു k -2 പ്ലസ് 3 ഇൻറ്റു -2 -1 ഈക്വൽ 0. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിളാണ്. അത് ഞാൻ വീണ്ടും എഴുതിയിട്ടില്ല മാത്രം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ടൈം അധികം വേസ്റ്റ് ആവേണ്ട വെച്ചിട്ടാണ് ഞാനിത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യം കൂടി പറയുകയാണ്, ഏരിയ ഓഫ് ട്രയാങ്കിളാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 1/2 ഇൻറ്റു x1 ഇൻറ്റു y2 മൈനസ് y3 പ്ലസ് x2 ഇൻറ്റു y3 മൈനസ് y1 പ്ലസ് x3 ഇൻറ്റു y1 മൈനസ് y2. ഇനി സോൾവ് ചെയ്ത 1/2 ഇൻറ്റു 7 മൈനസ് k പ്ലസ് 5k പ്ലസ് 10 മൈനസ് 9 ഈക്വൽ 0. 7 മൈനസ് 7k പ്ലസ് 5k പ്ലസ് 10 മൈനസ് 9 ഈക്വൽ 0. അതായത് ഈ 1/2നെ ഈ റൈറ്റ് സൈഡിലേക്ക് എടുത്തപ്പോൾ 0 ആയിട്ടാണ്. സോൾവ് ചെയ്യുമ്പോൾ -2k പ്ലസ് k ഈക്വൽ 0. -2k ഈക്വൽ ടു -8. k ഈക്വൽ ടു എന്തായി? 4 ആയി. നമുക്ക് എങ്ങനെ ഈ ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇവിടെ k പറഞ്ഞ എന്താണ്? 4. അടുത്ത ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഏതാണ് ക്വാഡ്രാറ്റിൽ ഏതാണ് കണ്ടുപിടിക്കുക? ക്വാഡ്രാറ്റിൻ്റെ 4 വെർട്ടിസസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 4,5 7,6 4,3 1,2. ഇതാണ് 4 വെർട്ടിസസ്.
ഇനി ഇത് നോക്കിയിട്ട് ഏതാണ് കോറിലേറ്റർ എന്ന് കണ്ടുപിടിക്കാം. നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഓരോ പോയിൻറ്റിനും എ ബി സി ഡി എന്ന് കൊടുക്കുക. അപ്പോൾ എ പറഞ്ഞാൽ 4 5, ബി പറഞ്ഞാൽ 7 6, സി പറഞ്ഞാൽ 4 3, ഡി പറഞ്ഞാൽ 1 2. ഇപ്പോൾ എ ബി കണ്ടുപിടിക്കുക, അതേപോലെ ബി സി സി ഡി എ ഡി. ഇപ്പോൾ എ ബി എങ്ങനെ കണ്ടുപിടിക്കുക, എ ബി ഈക്വൽ ടു √4 - 7 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 6 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ വന്നേ, √10. ബി സി ഈക്വൽ ടു √7 - 4 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 3 ഹോൾ സ്ക്വയർ. ആൻസർ √18. അതുപോലെ തന്നെ സി ഡി ഈക്വൽ ടു √4 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 3 - 2 ഹോൾ സ്ക്വയർ ഈക്വൽ √10. എ ഡി ഈക്വൽ ടു √4 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു √18. സാധാരണ നമ്മൾ ഈ എ ബി ബി സി, അതായത് അതിൻ്റെ സൈഡിലൊക്കെ നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഡയഗണൽസ് നോക്കണം. ചില പ്രോബ്ലംസ് നമുക്ക് ആദ്യം ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ അതിൻ്റെ സൈഡുകൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. എ ബി ബി സി സി ഡി എ ഡി അത് ഈക്വൽ ആണെന്ന് നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സുകളാണ് ഈക്വലായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് എന്താവാം, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവാൻ എന്താണ്, റെക്റ്റാങ്കിൾ ആവാം. അതുപോലെ തന്നെ പാരലോഗ്രാമും ആവാം. അപ്പോൾ നമുക്ക് എന്താണ്, അത് റെക്റ്റാങ്കിൾ ആണോ പാരലോഗ്രാം ആണോ എന്നോ കൺഫേം ചെയ്യാൻ വേണ്ടി ഡയഗണൽസിലും കൂടി നോക്കുക. അപ്പോൾ ഡയഗണൽസിൽ ഈക്വൽ അല്ല എങ്കിൽ, അതായത് രണ്ട് ഡയഗണൽസ് കണ്ടിട്ട് നമ്മളത് ഈക്വൽ അല്ല എങ്കിൽ അത് പാരലോഗ്രാമാണ്. നോക്കുക, ഡയഗണൽ എ സി കാണുക. എ സി ഈക്വൽ ടു √4 - 4 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 2 ഹോൾ സ്ക്വയർ ഈക്വൽ 2 കിട്ടി. അതുപോലെ ഡയഗണൽ സി ഡി ഈക്വൽ ടു √7 - 1 ഹോൾ സ്ക്വയർ പ്ലസ് 6 - 1 ഹോൾ സ്ക്വയർ ഈക്വൽ √52 ഈക്വൽ 13√2. അപ്പോൾ നമുക്കിവിടെ എന്തായി, ഇതിലെ സൈഡുകൾ ഓപ്പോസിറ്റ് സൈഡ്സിൽ ഈക്വൽ ആണെന്ന് കിട്ടി, ഡയഗണൽസ് എന്തുമാണ്, നോട്ട് ഈക്വലുമാണ്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ എ ബി ഈക്വൽ ടു സി ഡി, അതുപോലെ ബി സി ഈക്വൽ ടു എ ഡി. ഇവിടെ എന്താണ്, ഡയഗണൽസ് നോട്ട് ഈക്വലാണ്, എ സി നോട്ട് ഈക്വൽ സി ഡി. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ഇത് പാരലോഗ്രാമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ഡയഗണൽസ് ഈക്വൽ അല്ല എങ്കിൽ അത് പാരലോഗ്രാം എന്ന് കൺഫേം ചെയ്യും. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ്, ഇനിയുണ്ട് കുറേ ക്വസ്റ്റ്യൻസ്, അതെല്ലാം നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ പാസിംഗ് ത്രൂ ദി പോയിൻറ്റ് 6 - 6 3 - 7 ആൻഡ് 3 3. എന്താ പറഞ്ഞത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദി സെൻറ്റർ ഓഫ് എ സർക്കിൾ കാണുക. എങ്ങനെയാണ് സെൻറ്റർ കാണുക, ഇതിപ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഇക്വേഷൻസ് ആയിട്ട് നമുക്ക് അതിനെല്ലാം റിലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ പിക്ചർ വരച്ചു, ഒരു സർക്കിൾ വരച്ചു. സർക്കിളിലെ പോയിൻറ്റ്സ് ആണ് എയും ബിയും സിയും. അവ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്തി. അപ്പോൾ എ പറയുന്നത് 6 - 6, ബി പറയുന്നത് 3 - 7, സി പറയുന്നത് 3 3. സെൻറ്റർ ഒ. നമുക്കറിയാം എ ഒ എങ്ങനെ കണ്ടുപിടിക്കുക, അതുപോലെ ഒ ബി, അതായത് ഒ സി, ഇവ എന്താണ്, അതായത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. അതുപോലെ തന്നെ ഈ ഒ എയും ഒ ബിയും ഒ സിയും എന്താണ്, റേഡിയസ് ഓഫ് സർക്കിളാണ്. അങ്ങനെയെങ്കിൽ ഇവയെല്ലാം ലെങ്ത്ത് സെയിം ആവില്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ലെങ്ത്ത് സെയിം ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് ഒ എയും ഒ ബിയും ഒ സിയും റേഡിയസുകളായതുകൊണ്ട്, ഒരു സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ട് അവയുടെ ലെങ്ത്തുകളെല്ലാം സെയിം ആണ്. നമുക്ക് പ്രോബ്ലം നോക്കാം. ഡിസ്റ്റൻസ് ഫോർമുല എന്താണ്, ഡിസ്റ്റൻസ് ഫോർമുല ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താ ഡിസ്റ്റൻസ് ഫോർമുല, √(x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ഒ എ ഈക്വൽ √(x - 6 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് ഓഫ് 6 ആണ്. അതായത് മൈനസ് എന്തായി, പ്ലസ് ആയി. അതുകൊണ്ട് ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ കേട്ടോ. y + 6 ഹോൾ സ്ക്വയർ. ഒ ബി ഈക്വൽ ടു √(x - 2 ഹോൾ സ്ക്വയർ പ്ലസ്
വൈ പ്ലസ് 7 ഓൾ സ്ക്വയർ. ഇവിടെയും y2 പറയുന്നത് എന്താണ്? -7 ആണ്. അപ്പോൾ മൈനസും മൈനസും എന്തായി? പ്ലസ് ആയി. OC ഈക്വൽ ടു √(x - 3) ഓൾ സ്ക്വയർ പ്ലസ് y - 3 ഓൾ സ്ക്വയർ. ഇപ്പോൾ നമുക്ക് OA OB OC എന്താണെന്ന് കിട്ടി. പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്താണ്? OAയും OBയും OCയും റേഡിയസ് ഓഫ് സർക്കിളാണ്. അങ്ങനെയെങ്കിൽ OA ഈക്വൽ OB അങ്ങനെ എഴുതി കൂടെ നമുക്ക്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ. OA ഈക്വൽ OB. റീസൺ എന്താണ്? റേഡിയസ് ഓഫ് സർക്കിൾ. ഇനി എന്താണ് OA എന്താണ് OB എന്ന് നമുക്ക് എഴുതാം. √(x - 6) ഓൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 6 ഓൾ സ്ക്വയർ ഈക്വൽ √(x - 3) ഓൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 7 ഓൾ സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യണം? ഈ റൂട്ട് അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയണം. എങ്ങനെയാണ് റൂട്ട് ക്യാൻസൽ ചെയ്യുക? അതെ, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി? സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ റൂട്ട് പോവും. നമ്മളെന്താ ചെയ്തേ? രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്തു. അപ്പോൾ റൂട്ട് പോയി. അപ്പോൾ എന്തൊക്കെയായി? x - 6 ഓൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 6 ഓൾ സ്ക്വയർ ഈക്വൽ x - 3 ഓൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 7 ഓൾ സ്ക്വയർ. ഇവിടെ a - b ഓൾ സ്ക്വയറും a പ്ലസ് b ഓൾ സ്ക്വയറും. ഇക്വേഷൻസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടെ കിട്ടിയിരിക്കുന്നത് x സ്ക്വയർ പ്ലസ് 36 മൈനസ് 12x പ്ലസ് y സ്ക്വയർ പ്ലസ് 36 പ്ലസ് 12y ഈക്വൽ x സ്ക്വയർ പ്ലസ് 9 മൈനസ് 6x പ്ലസ് y സ്ക്വയർ പ്ലസ് 49 പ്ലസ് 14y. സോൾവ് ചെയ്യുമ്പോൾ 3x പ്ലസ് y ഈക്വൽ 7. ഇക്വേഷൻ നമ്പർ 1 ആയി. പിന്നെ നമ്മളെന്ത് പറയുന്നു? OAയും OCയും ഈക്വലാണ്. എന്താ റീസൺ? അതെ, റേഡിയസ് ഓഫ് ദി സെയിം സർക്കിൾ. നമ്മൾ ഇക്വേഷൻ എഴുതുക. √(x - 6) ഓൾ സ്ക്വയർ പ്ലസ് y പ്ലസ് 6 ഓൾ സ്ക്വയർ ഈക്വൽ √(x - 3) ഓൾ സ്ക്വയർ പ്ലസ് y - 3 ഓൾ സ്ക്വയർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലുള്ള റൂട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് പറയണില്ല, നിങ്ങളത് ചെയ്ത് നോക്കുക. സ്ക്വയർ ചെയ്യുക, റൂട്ട് പോയി. അപ്പോൾ നമുക്ക് a - b a പ്ലസ് b എന്ന് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്തിട്ട് കിട്ടുന്നതാണ് -3x പ്ലസ് 9y ഈക്വൽ -27. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് 3x പ്ലസ് y ഈക്വൽ 7ഉം സെക്കൻഡ് വൺ പറയുന്നത് 3x പ്ലസ് 9y ഈക്വൽ -27. ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ആദ്യം ഇക്വേഷൻ 1ഉം 2ഉം കൂടി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്താണ്? രണ്ടും ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് എന്തായത്? ക്യാൻസൽ ആയിപ്പോയി. 9ഉം 9yയും 1yയും 10y ഈക്വൽ -20. y ഈക്വൽ എന്തായി? -2. നമുക്ക് y എന്താണെന്ന് കിട്ടി. ഈ y ഈക്വൽ -2 ഇക്വേഷൻ നമ്പർ 1ലോ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ലോ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ഇക്വേഷൻ നമ്പർ 1ലാണ് y ഈക്വൽ -2 കൊടുത്തിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ൽ കൊടുക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും കൊടുക്കാം. ആൻസർ കറക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ y ഈക്വൽ -2, 3x മൈനസ് 2 ഈക്വൽ 7, 3x ഈക്വൽ ടു 9, x ഈക്വൽ ടു 9/3 ഈക്വൽ 3. അപ്പോൾ എക്സിൻ്റെ വില എന്തായി? 3 ആയി. അപ്പോൾ നമുക്കിവിടെ പോയിന്റ് കിട്ടിയില്ലേ? x ഈക്വൽ ടു 3 ആയി, y ഈക്വൽ ടു -2. നമുക്ക് സെൻറ്റർ ഓഫ് ദ സർക്കിൾ പറയാൻ എന്തായി? 3, -2. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ വെൻ p ഈക്വൽ 0 - 1, q 4,1. എന്താ പറഞ്ഞിരിക്കണ്ടേ? സ്ലോപ്പ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ p പറയുന്നത് എന്താണ്? 0 - 1, q പറയുന്നത് 4, 1. ഇവിടെ സ്ലോപ്പ് കാണുന്ന ഇക്വേഷനാണ് ചേഞ്ച് ഇൻ y വാല്യൂ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ x വാല്യൂ. അത് ഇത്രയേ ഉള്ളൂ. അതായത് y2 - y1 ഡിവൈഡ് ബൈ x2 - x1. ഇവിടെ ഇത് കണ്ടിട്ട് ആരും പേടിച്ചിരിക്കണ്ട കേട്ടോ. സ്ലോപ്പ് കാണുന്ന ഇക്വേഷൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി. y2 - y1 ഡിവൈഡ് ബൈ x2 - x1. അപ്പോൾ നമ്മൾ p പറയുന്നത് x1 y1 ആക്കി എടുക്കുക, q പറയുന്നത് x2 y2 ആക്കി എടുക്കുക. അപ്പോൾ എന്താ? x1 y1 പറഞ്ഞാൽ 0 - 1, x2 പറഞ്ഞാൽ 4, y2 പറഞ്ഞാൽ 1. ഡയറക്റ്റ് എല്ലാ കാര്യം നമ്മുടെ കയ്യിലില്ലേ? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക.
സ്ലോപ്പ് ഈക്വൽ 1 മൈനസ് -1 ഡിവൈഡ് ബൈ 4 മൈനസ് 0. 2/4 ഈക്വൽ 1/2. അപ്പോൾ എന്താണ് സ്ലോപ്പ് എന്നുള്ള ഇക്വേഷൻ? പോയിന്റുകൾ തരിക വെച്ചിട്ടുണ്ടെങ്കിൽ y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇത് കണ്ടിട്ട് അതിന് പേടിച്ച് അയ്യോ എന്താണെന്ന് സംഭവം വെച്ചിരിക്കേണ്ട, ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ടാക്കി പഠിച്ചാൽ മതി. നോട്ടിലൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി കേട്ടോ. സ്ലോപ്പ് എന്നുള്ള ഇക്വേഷൻ പോയിന്റ് തരിക വെച്ചിട്ടുണ്ടെങ്കിൽ y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോർത്ത് വെർട്ടിസസ് ഓഫ് പാരലലോഗ്രാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പിക്ചർ തന്നിട്ടുണ്ട്, അതിൽ 4 വെർട്ടിസസ് ഉണ്ട്. അതിലൊരു വെർട്ടിസസിൻ്റെ പോയിൻറ്റ്സ് മിസ്സിംഗ് ആണ്. മിസ് ചെയ്ത പോയിൻ്റ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് എ പറയുന്ന പോയിൻ്റ് 2, 3, ബി 8, 4, സി XY, ഡി പറയുന്നത് 5, 7. ഇപ്പോൾ ഇവിടെ 3 വെർട്ടിസസ് തന്നിട്ടുണ്ട്. നാലാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ സി അല്ലേ, മൂന്നാമത്തെ തന്നിട്ടില്ല. നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ഈസി മെത്തേഡ് ഉണ്ട്. അതായത് ഈ എ സിയും ബി ഡിയും പറഞ്ഞാൽ എന്താണ്? ഡയഗണൽസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, എയും സിയും അല്ലേ ഡയഗണൽ വരണേ. നമ്മൾ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽ പറഞ്ഞാൽ എന്താണ്? എയും എ സി ആണ്. അതുപോലെ ബി ഡി ആണ് അടുത്ത ഡയഗണൽ. അപ്പോൾ ഈ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന വെർട്ടിസസ് ആണ് മിസ്സിങ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണമെങ്കിൽ ഈ ബിയും ഡിയും ഇല്ലേ, അതിൻ്റെ എക്സ് ആക്സിസ് തമ്മിൽ ആഡ് ചെയ്യുക, എയുടെ എക്സ് ആക്സിസ് മൈനസ് ചെയ്യുക. എന്താ പറഞ്ഞത്? എക്സ് കാണണമെങ്കിൽ 8 പ്ലസ് 5 മൈനസ് 3. ആൻസർ 10 ആയി. ക്ലിയർ അല്ലേ? എന്താ ചെയ്തേ? ഇവയുടെ എക്സ് ആക്സിസ് ആഡ് ചെയ്തിട്ട് എ മൈനസ് ചെയ്തു. വൈ എങ്ങനെയാണ് കാണുക? സെയിം തന്നെ, ഇവയുടെ തമ്മിൽ, അതായത് ബിയുടെയും ഡിയുടെയും വൈ ആക്സിസുകൾ തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് എയുടെ വൈ ആക്സിസ് മൈനസ് ചെയ്യുക. അപ്പം എന്താണ്? 8 പ്ലസ് 7, 8 അല്ല, സോറി 4, വൈ ആക്സിസ് എടുക്കണേ. വൈ 4 പ്ലസ് 7 മൈനസ് 2 എന്നാണ് y ഈക്വൽ 4 പ്ലസ് 7 മൈനസ് 2 ഈക്വൽ 11 മൈനസ് 2 ഈക്വൽ 9. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ? എക്സ് വൈ പറഞ്ഞാൽ 10ഉം 9ഉം. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ്റെ ഷോർട്ട് ഫോമാക്കി എഴുതുന്നുള്ളൂ കേട്ടോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് 2, minus, and it is parallel to the line x plus y minus 5 equals 0. x plus 2y minus 5 equals 0. Question പ്രാവശ്യം വായിക്കാം. Find the equation of line passing 2, minus 1 and it is parallel to the line x plus 2y minus 5 equals 0. അതായത് ഇക്വേഷൻ എഴുതാൻ ഫൈൻഡ് ദി ഇക്വേഷൻ ചോദിച്ചിരിക്കണേ. പോയിന്റ് തന്നിട്ടുണ്ട്, വേറൊരു ലൈൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളോടൊരു ഇക്വേഷൻ പാസ് ചെയ്യണ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പഠിക്കണേ. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. എന്താണ് ഇക്വേഷൻ തന്നിരിക്കണവർ? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് കേട്ടോ. എക്സ് പ്ലസ് 2y മൈനസ് 5 ഈക്വൽ 0. നമുക്കറിയാം എന്താണ് സ്ലോപ്പ് എന്നുള്ള ഇക്വേഷൻ. സ്ലോപ്പ് എങ്ങനെ കാണുക? y ഈക്വൽ ടു mx പ്ലസ് സി അല്ലേ. ഇവിടെ നമുക്ക് എം കിട്ടണം. എം കാണുന്ന ഇക്വേഷൻ എന്താ? എം പറഞ്ഞാൽ സ്ലോപ്പാണ് കേട്ടോ. എം എങ്ങനെ കാണുക? എം കാണുന്ന ഇക്വേഷനാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ, അതിൻ്റെ മൈനസ് ഓഫ് കോഎഫിഷ്യൻ്റ് എക്സ് ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് വൈ. ഇവിടെ നോക്കി നോക്കൂ, മൈനസ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? 1 ഡിവൈഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ 2 അല്ലേ. അപ്പോൾ എം പറയുന്നത് സ്ലോപ്പ് എം പറയുന്നത് -1/2. ഇത് x1 x2 x1 y1 ഇതാണ് x1 y1. നമുക്ക് ലൈൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് y മൈനസ് y1 ഈക്വൽ m ഇൻറ്റു
എക്സ് മൈനസ് എക്സ് വൺ. എന്താണ്? വൈ മൈനസ് വൈ വൺ ഈക്വൽ എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഇപ്പോൾ വൈയെ അറിയില്ല എന്താണ്. വൈ മൈനസ് വൈ വൺ പറഞ്ഞാൽ എന്താ? മൈനസ് വൺ ഈക്വൽ എം നമ്മൾ കണ്ടുപിടിച്ചു. -1/2 ഇൻറ്റു എക്സ് മൈനസ് 2. മൈനസ് മൈനസ് എന്തായി? പ്ലസ് ആയി. വൈ പ്ലസ് വൺ ഈക്വൽ -1/2 ഇൻറ്റു എക്സ് മൈനസ് 2. ഈ 2നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. 2y + 2 ഈക്വൽ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുക. -x + 2. എന്താണ്? സോൾവ് ചെയ്യുമ്പോൾ x + 2y ഈക്വൽ 0. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ലൈൻ പാസ് ചെയ്യുന്നത്. ഏതാണ്? x + 2y ഈക്വൽ 0. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. സ്ലോപ്പ് കാണാനും പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്ത പ്രോബ്ലംസ് എല്ലാം കാറ്ററ്റിന് വന്നിരിക്കുന്നതാണ്. അത് ഇങ്ങനെ ഓരോന്നും ചില ക്വസ്റ്റ്യൻസൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്, ചിലത് പുറത്തുനിന്ന് എടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അതൊക്കെ ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം. ഇനി എല്ലാ പ്രാവശ്യവും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റ്യൻസാണ്, വർക്കൗട്ട് പ്രോബ്ലംസാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഷെയർ, അതുപോലെ തന്നെ ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിനി വർക്കൗട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം. ചെയ്ത് നോക്കുക. ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്ത പോലത്തെ പ്രോബ്ലംസാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം പഠിച്ചു എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലംസ് തരുന്നത്. അപ്പോൾ തന്നെ ചെയ്ത് നോക്കുക. ഉത്തരം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ വെർട്ടിസസ് ടേക്കൺ ഇൻ ദി ഓർഡർ ആർ -4, -2, -3, -5, 3, -2 ആൻഡ് 2, 3. ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ കാണാനാണ് വെർട്ടിസസ് തന്നിട്ടുണ്ട്. ആൻസർ പറയുന്നത് 28 സ്ക്വയർ യൂണിറ്റ് ആണ്. നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കേണ്ടതെന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ whose vertices are -5, -1, 3, -5, 5, 2. ആൻസർ 32 യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ റിലേഷൻ ബിറ്റ്വീൻ x and y if the points x, y 1, 2 and 7, 0 are collinear. കൊളീനിയർ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? ഫൈൻഡ് ദ റിലേഷനാണ് ചോദിച്ചിട്ടുണ്ട്. എക്സ് ആൻഡ് വൈയുടെ റിലേഷൻ എന്താണെന്ന് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട് ചെയ്യുക. ഇവിടെ അറിയാലോ 3 പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇത്? 3 പോയിൻറ്റ്സ് അല്ല, 3 വെർട്ടിസസ് ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ട്രയാങ്കിൾ. അപ്പോൾ ട്രയാങ്കിൾ വെച്ച് ചെയ്യാം കേട്ടോ. ആൻസർ പറയുന്നത് ആൻസർ x + 3y - 7 = 0. അടുത്ത ക്വസ്റ്റ്യൻ, if a 1, 1, b 6, 3 and d 3, 5, c അല്ല കേട്ടോ, d തന്നെയാണ്, d 3, 5 are the vertices of a parallelogram ABCD. Then the vertices C. അതായത് എ ബി ഡി പറഞ്ഞ വെർട്ടിസസ് തന്നിട്ടുണ്ട് പാരലലോഗ്രാമിൻ്റെ. അപ്പോൾ സി കണ്ടുപിടിക്കാം. ആൻസർ 8, 7. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ഓഫ് ദി പോയിൻറ്റ്സ് ആർ കൊലീനിയർ. പോയിൻറ്റ്സ് പറയുന്നത് A to 1, K -4, 2, -5. കെയുടെ വില കണ്ടുപിടിക്കാൻ പറയുന്നത്. കൊളീനിയർ തന്നിട്ടുണ്ട്. ആൻസർ പറയുന്നത് 3. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോംഡ് ബൈ ദി വെർട്ടിസസ് 4, 5, 10, 12 ആൻഡ് -3, 2. ഫൈൻഡ് ദി ഏരിയ ചോദിച്ചേ. ഫൈൻഡ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ. ആൻസർ പറയുന്നത് 3.5. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി കോർഡിനേറ്റ് ജോമെട്രി അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയും കുറേ പിടിച്ചിരിക്കേണ്ടി വരും, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.